ഹലോ മക്കളെ, നമുക്ക് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് വൃത്തസ്തൂപികയാണ്. അതായത് കോണാണ്. ആ കോണില് നമുക്ക് പാദപരപ്പളവ് കണ്ടെത്താനുള്ള ഇക്വേഷൻ, പാദപരപ്പളവ് ബേസ് ഏരിയ കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം πr² ആണ് അല്ലെ. അതുപോലെ അതിന്റെ വക്രതലപരപ്പളവ് then curved surface area കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം πrl ആണ്. ഓക്കെ, πrl ആണ്. ദെൻ അടുത്തത് നമുക്ക് ഇതിന്റെ ഉപരിതലപരപ്പളവ് ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി അല്ലെ. πr² + πrl ആണ്. ഓക്കെ, ദെൻ അടുത്തത് വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ 1/3 πr² ആണ്. 1/3 πr² ആണ്. ഇതിൽ ഈ πr² എന്നതിന്റെ വ്യാപ്തം വൃത്തസ്തംഭത്തിന്റെ സിലിണ്ടറിന്റെ വോളിയാണ് πr² എന്ന് പറയുന്നത്. കാരണം അത് ഈ ചോദ്യങ്ങളിൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഓരോ ചോദ്യങ്ങളിലേക്ക് എടുക്കാം. ഇപ്പൊ ഈ തന്നിട്ടുള്ള ചോദ്യം എന്താ നോക്കി. ദ ബേസ് റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് എ സിലിണ്ടർ ആർ 12 സെന്റിമീറ്റർ ആൻഡ് 10 സെന്റിമീറ്റർ ആൻഡ് 12 സെന്റിമീറ്റർ. ദെൻ ഒരു വൃത്തസ്തംഭത്തിന്റെ ആരം 10 സെന്റിമീറ്ററും ഉയരം 12 സെന്റിമീറ്ററും ആണ് അല്ലെ. അപ്പൊ റേഡിയസ് ആരം തന്നിട്ടുണ്ട് 10 സെന്റിമീറ്ററും ആണ്, അതുപോലെ തന്നെ 12 സെന്റിമീറ്ററും ആണ്. ഓക്കെ, 12 സെന്റിമീറ്റർ അത് ഹൈറ്റ് ആണ് കേട്ടോ, ഉയരാണ് 12 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് സിലിണ്ടർ ആണ്, വൃത്തസ്തംഭമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ഇറ്റ്സ് വോളിയം, ഇതിന്റെ വ്യാപ്തം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സിലിണ്ടറിന്റെ വോളിയം വൃത്തസ്തംഭത്തിന്റെ വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞിട്ടേ ഉള്ളൂ, πr² ആണത് അല്ലെ. അപ്പൊ π ഇൻറ്റു അതിന്റെ റേഡിയസ് ആരം 10 ആണ്, അപ്പൊ 10² ഇൻറ്റു അതിന്റെ ഹൈറ്റ് ഉയരം 12 ആണ്. ഓക്കെ, അപ്പൊ π ഇൻറ്റു 10² 100 ഇൻറ്റു 12 അല്ലെ. അപ്പൊ 1200 π സെന്റിമീറ്റർ ക്യൂബ് എന്ന് വരും അല്ലെ. 1200 π സെന്റിമീറ്റർ ക്യൂബ്. ഇനി അതിലെ രണ്ടാമത്തെ ചോദ്യം നോക്കി. ഈ വൃത്തസ്തംഭത്തിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപിയുടെ വ്യാപ്തം എന്താണ്? അപ്പൊ ഈ വൃത്തസ്തംഭം, ഞാനിവിടെ വൃത്തസ്തംഭം വരയ്ക്കുകയാണ്, സിലിണ്ടർ വരയ്ക്കുകയാണ്. ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ദ വോളിയം ഓഫ് ദി ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം ദിസ്. ഇതെന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപിക എന്ന് പറഞ്ഞാൽ എങ്ങനെയല്ലേ വരിക? രണ്ടിന്റെ റേഡിയസ് ആരം സെയിം ആയിരിക്കും, രണ്ടിന്റെ ഹൈറ്റ് ഉയരം സെയിം ആയിരിക്കും. അതിന്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ നമുക്കറിയാം 1/3 πr² അല്ലെ. അപ്പൊ ഇനി ഇതിൽ പോയിട്ട് πr² കണ്ടുപിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം അത് ഇവിടെ ഓൾറെഡി മുകളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ ഇതിൽ 1/3 ഇൻറ്റു 1200 π എന്ന് കൊടുത്താൽ മതി. 1200നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? 400 π എന്ന് കിട്ടും. 400 π സെന്റിമീറ്റർ ക്യൂബ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ബേസ് റേഡിയൈ ഓഫ് 2 കോൺസ് ആർ ഇൻ ദ റേഷ്യോ 3:5 ആൻഡ് their heights are in the ratio 2:3. What is the ratio of their volumes? രണ്ട് വൃത്തസ്തൂപികളുടെ ആരങ്ങളുടെ അംശബന്ധം 3:5 ആണ്. അവയുടെ ഉയരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3. അവയുടെ വ്യാപ്തങ്ങളുടെ അംശബന്ധം എത്ര എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ കൊടുക്കാം റേഡിയസ് ആരങ്ങളുടെ അംശബന്ധം 3:5. ഓക്കെ, ഉയരങ്ങളുടെ അംശബന്ധം h1:h2 എന്ന് കൊടുത്തു, അത് 2:3. ഓക്കെ, ഇനി നമുക്ക് ഇതിൽ കണ്ടെത്തേണ്ടത് വോളിയംസ്, വ്യാപ്തങ്ങളുടെ അംശബന്ധം കണ്ടത് റേഷ്യോ ഓഫ് ദർ വോളിയംസ്. വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ പറയാം 1/3 πr² h. ആദ്യത്തെ ആയതുകൊണ്ട് 1/3 πr1² h1 എഴുതാം. ഓക്കെ, ഈസ്റ്റു രണ്ടാമത്തത് 1/3 πr2² h2 എന്ന് എഴുതാം. ഇത് കണ്ടെത്തുന്നതാണ് നമ്മുടെ ഇതിന്റെ ആൻസർ. അപ്പൊ ഇത് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ r1 എന്നുള്ളത് നമുക്ക് 3 ആയിട്ട് കൊടുക്കാം അല്ലെ. നമ്മൾ അതിന് 3r എന്നൊക്കെ കൊടുക്കാറുണ്ട് ചിലപ്പോ. അപ്പൊ 3r കൊടുക്കുകയാണെങ്കിൽ r2 എന്നുള്ളത് 5r ആയിരിക്കും, h1 എന്നുള്ളത് 2h, h2 എന്നുള്ളത് 3h, അങ്ങനെ വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ അതല്ലെങ്കിൽ നേരിട്ട് ഇത് കൊടുത്താലും മതി. ഞാൻ നേരിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. r1 പകരം 3 എന്നും
R2 പകരം 5 എന്നും കൊടുക്കുക. ഓക്കെ, അപ്പോ H1 പകരം 2 എന്നും H2 പകരം 3 എന്നും കൊടുക്കുക. ഇതിൽ കൊടുത്ത് നമുക്ക് എഴുതി വെക്കാം 1/3 പൈ R1 സ്ക്വയർ എന്നാണ് അല്ലെ. R1 3 ആ കൊടുത്തത്. അപ്പൊ 3 സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്ക് 3 × 3 എന്ന് എഴുതിക്കൂടെ. ഇൻറ്റു H1 2 ആണ് ഈസ് ടു 1/3 പൈ ഇൻറ്റു R2 പകരം 5 എന്ന് കൊടുക്കാം. അപ്പൊ 5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 5 × 5 എന്ന് എഴുതാം. ഇൻറ്റു H2 പകരം നമുക്ക് 3 എന്ന് എഴുതാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ റേഷ്യോയുടെ അപ്പുറത്തും ഇപ്പുറത്തും ഒരേപോലുള്ളത് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 1/3 പൈയും 1/3 പൈയും ക്യാൻസൽ ചെയ്തു അല്ലെ. 3യും ഒരു 3യും ക്യാൻസൽ ചെയ്തു. ബാലൻസ് വരുന്നത് എന്താ? 3 × 2 6 ആണ് ഈസ് ടു 5 × 5 25 ആണ്. ഓക്കെ, 25 ആണ്. അപ്പൊ ആൻസർ 6:25 എന്ന് കിട്ടി. 6:25 എന്ന് കിട്ടി. അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. പറഞ്ഞു മനസ്സിലായോ? ഓക്കെ, അപ്പൊ 6:25. അപ്പൊ ഇതാണ് റേഷ്യോ വെച്ചിട്ട് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മൾ ഇപ്പോ ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് പറയണമെങ്കിൽ സ്ഫിയർ, ഗോളം, ഹെമിസ്ഫിയർ, അർദ്ധഗോളം ഇതും കൂടെ നമുക്ക് പറയാം അല്ലെ. അപ്പൊ ആദ്യം നമുക്ക് സ്ഫിയർ പറയാം, ഗോളം പറയാം. ആ ഗോളത്തിന്റെ ബേസ് ഏരിയ ആയിട്ട് നമുക്ക് ഗോളത്തിൻ്റെതാ. സ്ഫിയറിൽ നമ്മൾ ബേസ് ഏരിയ ആയിട്ട് നമ്മളൊന്നും പറയാറില്ല അല്ലെ. അതിന്റെ പാദപരപ്പളവ് ഒന്നും പറയാറില്ല, കേർവ് സർഫസ് ഏരിയയും പറയാറില്ല, ഉപരിതല പരപ്പളവും വക്രതല പരപ്പളവായിട്ടും നമ്മൾ പറയാറില്ല. പറയാനുള്ളത് ആകെ ഒന്നാണ്, അതിന് ടോട്ടൽ സർഫസ് ഏരിയ. ഉപരിതല പരപ്പളവ് കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? 4πr സ്ക്വയർ. 4πr സ്ക്വയർ. ഓക്കെ, ഇനി അതിന്റെ വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ എന്താ? 4/3πr ക്യൂബ്. വോളിയം വ്യാപ്തം കണ്ടെത്താൻ ഇക്വേഷൻ 4/3πr ക്യൂബ്. അപ്പൊ ഇതാണ് സ്ഫിയറിൽ നമുക്ക് പറയാനുള്ളത്, ഗോളത്തിൽ നമുക്ക് പറയാനുള്ളത്. ഇനി ഹെമിസ്ഫിയർ ആണ്. ഹെമിസ്ഫിയറിൽ നമുക്ക് വേണമെങ്കിൽ ബേസ് പറയാൻ പറ്റും. അതിന്റെ ബേസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ, പാദപരപ്പളവ് കണ്ടെത്താൻ ഇക്വേഷൻ πr സ്ക്വയർ എന്നാണ്. ഓക്കെ, ഇനി അതിന്റെ കേർവ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ് കണ്ടെത്താൻ ഇക്വേഷൻ 3πr സ്ക്വയർ എന്നാണ്. ഓക്കെ, സോറി, വക്രതല പരപ്പളവ് കേർവ് സർഫസ് ഏരിയ 2πr സ്ക്വയർ എന്നാണ്. ഓക്കെ, ദെൻ ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ് എന്ന് പറയുന്നത് 3πr സ്ക്വയർ എന്നാണ്. ഓക്കെ, ദെൻ അതിന്റെ വോളിയം നമുക്ക് സ്ഫിയറിന്റെ വോളിയം ഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 4/3πr ക്യൂബ് എന്നാണ് അല്ലെ. എന്നാല് ഹെമിസ്ഫിയറിന്റെ അർദ്ധഗോളത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് 2/3πr ക്യൂബ് എന്നാണ്. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൽ ചെയ്യാൻ വേണ്ട ഓരോ ഇക്വേഷൻസ്. ഓക്കെ, ഇനി നമുക്ക് ഈ ഓരോ ഇക്വേഷനും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചോദ്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. What is the radius of the largest sphere that can be carved from a cube of edge 12 cm? വശം 12 സെന്റിമീറ്റർ ആയ ഒരു സമചതുര കട്ടയിൽ നിന്ന് വെട്ടിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള ഗോളത്തിന്റെ ആരം കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം അല്ലെ. അപ്പൊ നമുക്ക് ആ ഒരു സമചതുര കട്ട എന്ന് പറയാം. സമചതുര കട്ട അല്ലെ, അതിന്റെ ഈ ഭാഗം ഇങ്ങനെയായിട്ട് വരും അല്ലെ. ഇതിന്റെ വക്കാണ് 12 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള ഗോളം എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലേ വരിക അല്ലെ. അപ്പൊ ആ ഗോളത്തിന്റെ ആരം കാണുക എന്നുള്ള ചോദ്യം, റേഡിയസ് കണ്ടെത്തുക എന്നുള്ളതാണ് ചോദ്യം. നോക്ക് മക്കളെ, ഇതിന്റെ ഡയമീറ്റർ വ്യാസം 12 ആണ്. അപ്പൊ ആരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 12ന്റെ പകുതി 6 അല്ലേ കിട്ടുക. പറഞ്ഞു മനസ്സിലായോ? 12 ആണ്, 12ന്റെ പകുതി 6 ആണ് കിട്ടുക. ഇനി ഇതിന്റെ ഉപരിതല പരപ്പളവും വ്യാപ്തവും കണ്ടെത്താനാണ് അല്ലെ ചോദ്യം, ബി ക്വസ്റ്റ്യൻ. അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ അതിന്റെ ഉപരിതല പരപ്പളവ് കണ്ടെത്താൻ ഇക്വേഷൻ, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടെത്താൻ ഇക്വേഷൻ എന്താണ്? 4πr സ്ക്വയർ എന്നാണ്. 4πr സ്ക്വയർ എന്നാണ്. അപ്പൊ 4 × π × അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആരം എന്ന് പറയുന്നത് 6 ആണ് അല്ലെ. അപ്പൊ 6 സ്ക്വയർ. ഓക്കെ, അപ്പൊ ദാറ്റ്സ് ഈക്വൽ ടു 4 × π × 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 36 ആണ്. ഇനി 36നെ 4 കൊണ്ട് ഗുണിക്കുക അല്ലെ. 6 4 24 4 2 4 3 12 14 144 അല്ലെ. അപ്പൊ 144 π എന്ന് വരും. 144 π സെന്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇതിന്റെ ഉപരിതല പരപ്പളവ്, ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ. ഇനി ബി ക്വസ്റ്റ്യനിൽ അടുത്തത് നമുക്ക് കാണേണ്ടത് ഇതിന്റെ വ്യാപ്താണ് അല്ലെ. അപ്പൊ ഇതിന്റെ വോളിയം, വ്യാപ്തം
അപ്പോൾ നമ്മൾ ബി ക്വസ്റ്റിന്റെ ആൻസർ ആ ചെയ്യുന്നത്. വോളിയം വ്യാപ്തം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താ? 4/3 പൈ ആർ ക്യൂബ് എന്നാണ് അല്ലെ. അപ്പൊ 4/3 ഇൻറ്റു പൈ ഇൻറ്റു ഇതിന്റെ റേഡിയസ് എന്താ? ആരെന്താ? 6 ആണ് അല്ലെ. അപ്പൊ 6 ക്യൂബ് എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു 6 ഇൻറ്റു 6 അല്ലേ. ഇത് സോൾവ് ചെയ്താൽ മതി. ഈ 3നെയും 6നെയും കട്ട് ചെയ്യുക. 6ൽ എത്ര 3 ഉണ്ട്? 2. ഇനി ബാക്കിയുള്ളത് ഗുണിച്ചാൽ മതി അല്ലെ. 6 ഇൻറ്റു 6 36, 36 ഇൻറ്റു 2 72. ഇനി 72നെ 4 കൊണ്ട് ഗുണിക്കുക. 8 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, 288 പൈ സെന്റിമീറ്റർ ക്യൂബ്. അപ്പൊ ഇതാണ് ഇതിന്റെ ബി ക്വസ്റ്റ്യന്റെ ആൻസർ. ഇനി നമുക്ക് ഇതിന്റെ സി ക്വസ്റ്റ്യന്റെ ആൻസറും കൂടെ നമുക്കൊന്ന് കാണാം കേട്ടോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊന്ന് ഞാൻ വായിക്കുകയാണ്. നിങ്ങൾ എഴുതിയെടുത്തു എന്ന് കരുതുന്നു. സി ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന പരമാവധി വലുപ്പമുള്ള വൃത്തസ്തൂപിയുടെ വ്യാപ്തം കാണുക എന്നുള്ളതാണ് അല്ലെ. അപ്പൊ ഇതില് നമുക്ക് ഈ കട്ട എടുക്കുകയാണെങ്കിൽ, ഈ ഒരു ക്യൂബ് എടുക്കുകയാണെങ്കിൽ, ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ വോളിയം ഓഫ് ദി കോൺ ഓഫ് മാക്സിമം സൈസ് ദാറ്റ് ക്യാൻ ബി കാർവ്ഡ് ഔട്ട് ഫ്രം എ ക്യൂബ് ഓഫ് എഡ്ജ് 12 സെന്റിമീറ്റർ. അപ്പോൾ ഇതിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലേ വരിക? ഇതിന്റെ വക്ക് 12 അല്ലെ. അപ്പൊ ഇതിന്റെ വക്ക്, ഇതിന്റെ എഡ്ജ് 12 ആയതുകൊണ്ട് ഇതിന്റെ ഡയമീറ്റർ 12 വരിക അല്ലെ. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് ആരെന്ന് പറയുന്നത് 6 തന്നെ. ഇനി നോക്ക്, ഇത് തന്നെ ആവൂല ഇതിന്റെ ഹൈറ്റ് ആയിട്ട് വരിക, ഇതിന്റെ ഉയരമായിട്ട് വരിക. അപ്പൊ അത് 12 അല്ലേ. അപ്പൊ ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 12 ആണ്. ഇനി നമുക്ക് ഇതിന്റെ വോളിയാണ്, വ്യാപ്താണ് കാണേണ്ടത്. കണ്ടെത്താനുള്ള ഇക്വേഷൻ 1/3 പൈ ആർ സ്ക്വയർ എച്ച് എന്നാണ് നമ്മൾ പഠിച്ചു. അപ്പൊ 1/3 ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് 6 ആണ്. അപ്പൊ 6 സ്ക്വയർ അല്ലെങ്കിൽ 6 ഇൻറ്റു 6 എന്ന് എഴുതാം. ഇൻറ്റു ഹൈറ്റ് 12. 3 കൊണ്ട് 12നെ കട്ട് ചെയ്തു. നമുക്ക് 4 അല്ലേ കിട്ടിയത്. 6 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ? 36. 36നെ 4 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഇതും കിട്ടുന്നത് 144 പൈ സെന്റിമീറ്റർ ക്യൂബ് എന്നാണ്. ഓക്കെ, അപ്പോ അതോടുകൂടി ഈ ചോദ്യത്തിന്റെ ആൻസർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്ലിയർ അല്ലേ? നോക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ. The diameters of two spheres are in the ratio 2:3. What is the ratio of their radii? അല്ലെ, രണ്ട് ഗോളങ്ങളുടെ വ്യാസങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവയുടെ ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്താണെന്നുള്ളതാണ്. ഒരു സംശയം വേണ്ട, റേഡിയസ് തമ്മിലുള്ള റേഷ്യോ, ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം 2:3 ആണെങ്കിൽ ഇതിന്റെ ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്ന അംശബന്ധം എന്ന് പറയുന്നത് എന്ത് തന്നെയാ? 2:3 തന്നെയായിരിക്കും, 2:3 തന്നെയായിരിക്കും. ഓക്കെ, അതായത് നേരെ തിരിച്ചാണ് അല്ലെ. ഡയമീറ്റേഴ്സ് തമ്മിലുള്ള റേഷ്യോ 2:3, 2:3 ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് R1:R2 എന്ന് പറയുന്നത്, ആരങ്ങൾ തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് 2:3 തന്നെയായിരിക്കും. അത് രണ്ടും സെയിം ആയിരിക്കും കേട്ടോ, ഒരു മാറ്റം ഉണ്ടാവില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദെയർ സർഫസ് ഏരിയാസ്. ഇതിന്റെ ഉപരിതല പരപ്പളവ് തമ്മിലുള്ള അംശബന്ധം കാണുക. നോക്കിക്കോ, ഉപരിതല പരപ്പളവ് എന്ന് പറഞ്ഞാൽ 4 പൈ R1 സ്ക്വയർ ഈസ് ടു 4 പൈ R2 സ്ക്വയർ അല്ലെ. ഇതിൽ അപ്ലൈ ചെയ്താൽ അതിന്റെ ആൻസർ കിട്ടും. 4 പൈ ഇൻറ്റു ഇതിൽ R1 എന്ന് പറയുന്നത് 2 എന്ന് കൊടുത്തു എന്ന് വെച്ചോ. അവ 2 സ്ക്വയർ ഈസ് ടു 4 പൈ ഇൻറ്റു R2 എന്നുള്ളത് 3 കൊടുത്തു എന്ന് വെച്ചോ. അവ 3 സ്ക്വയർ അല്ലെ. ഈ 4 പൈയും 4 പൈയും കട്ട് ചെയ്തു. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഈസ് ടു 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ ഇതിന്റെ റേഷ്യോ, ഇതിന്റെ അംശബന്ധം എന്ന് പറയുന്നത് 4:9 ആണ്. കുഴപ്പമില്ലല്ലോ. ഇനി ഇതിന്റെ സി ക്വസ്റ്റ്യനിലേക്ക് പോയാൽ, ഒന്നാമത്തെ ഗോളത്തിന്റെ ഉപരിതല പരപ്പളവ് 16 പൈ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ഉപരിതല പരപ്പളവ് എന്താണ്? ഇഫ് ദ സർഫസ് ഏരിയ ഓഫ് ദി ഫസ്റ്റ് സ്ഫിയർ ഈസ് 16 പൈ, ഫൈൻഡ് ദ സർഫസ് ഏരിയ ഓഫ് ദി സെക്കൻഡ് സ്ഫിയർ എന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. അപ്പൊ അത് നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. നമ്മളെ റേഷ്യോ എഴുതിയത്, ടോട്ടൽ സർഫസ് ഏരിയന്റെ ഉപരിതല പരപ്പളവുകളുടെ അംശബന്ധം എഴുതിയത് 4:9 എന്നാണ് അല്ലെ. ഇത് ആദ്യത്തത് നമുക്ക് കിട്ടിയത് 16 പൈ എന്നാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തത് എത്രയാന്നുള്ളതാണ് കാണേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ 4 വന്നത് കൊണ്ട് ഇവിടെ 16 വന്നു. അതായത് 4ന്റെ സ്ക്വയർ 16. അങ്ങനെയല്ല. ഓക്കെ, ഇവിടെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
4നെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുക നോക്കുക. 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുക. 4 into 4 ആണ് 16. അപ്പൊ ഇതേ 4 കൊണ്ട് ഈ 9നെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ 9 into 4 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. 36 പൈ. മനസ്സിലായോ? അപ്പൊ 4നെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഈ 16 കിട്ടുക നോക്കുക. 4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് 16 കിട്ടുക. അപ്പൊ ഇതേ 4 കൊണ്ട് നിങ്ങൾ 9നെ മൾട്ടിപ്ലൈ ചെയ്യുക. 9 into 4 എന്ന് പറഞ്ഞാൽ 36. അതിൽ പൈ ഉള്ളത് കൊണ്ട് 36 പൈ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യന്റെ ആൻസർ ആയി. പറഞ്ഞു മനസ്സിലായോ? അപ്പോ ഇതിൽ ബേസിക് ആയിട്ട് വരുന്ന ഓരോ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തതായിട്ടുള്ള ഒരു ചോദ്യം കൂടെ, ഒരു മെൽറ്റ് ചെയ്യുന്ന ഒരു ചോദ്യം കൂടെ നമുക്കൊന്ന് പറഞ്ഞോടുകൂടി ഈ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒന്ന് ശ്രദ്ധിച്ചോളൂ. റേഡിയസ് ഓഫ് എ മെറ്റാലിക് സിലിണ്ടർ ഈസ് 12 സെന്റിമീറ്റർ. ഓക്കെ, അതിന്റെ റേഡിയസ്, സിലിണ്ടർ ആണ് കേട്ടോ, വൃത്തസ്തംഭാണ്. അതിന്റെ ആരം എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഹൈറ്റ് ഈസ് 18 സെന്റിമീറ്റർ. അതിന്റെ ഉയരം 18 സെന്റിമീറ്റർ ആണ്. ഇത് മെൽറ്റ് ചെയ്തിട്ട് ഒരു വേറെ സിലിണ്ടർ ഉണ്ടാക്കുകയാണ് അല്ലെ. ഈ സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒരു വേറെ കോൺ ഉണ്ടാക്കുകയാണ് അല്ലെ. ആ കോണിന്റെ, അതായത് വൃത്തസ്തംഭം ഉണ്ടാക്കുകയാണ്. അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 9 ആണ്. വാട്ട് ഈസ് ദ ഹൈറ്റ് ഓഫ് ദിസ് കോൺ എന്നാ പറഞ്ഞത്. മക്കളെ, ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ സിലിണ്ടറിന്റെ വോളിയം എന്ന് പറയുന്നത് ഈ കോണിന്റെ വോളിയത്തിനോട് ഈക്വൽ ആണ്. കാരണം നമുക്ക് ഈ സിലിണ്ടർ മെൽറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു കോൺ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ സിലിണ്ടറിന്റെ വോളിയം തന്നെയായിരിക്കും ഈ കോണിന്റെ വോളിയം ആയിട്ട് വരിക. മനസ്സിലായോ? ഇനി നമുക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം. പൈ ഇൻറ്റു ഇതിന്റെ റേഡിയസ് 12 ആണ് അല്ലെ. അപ്പൊ അവിടെ 12 സ്ക്വയർ എന്ന് വരും. അപ്പൊ 12 into 12 എന്ന് എഴുതി. ഇൻറ്റു ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 18 ആണ്. അത് അവിടെ എഴുതി വെച്ചു. 1/3 പൈ ഇൻറ്റു ഇതിന്റെ റേഡിയസ്, ഇതിന്റെ ആരം എന്ന് പറയുന്നത് 9 ആണ്. അപ്പൊ 9 into 9 എന്ന് എഴുതി വെച്ചു. ഇൻറ്റു ഹൈറ്റ് അറിയില്ല, അത് കണ്ടെത്താനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇനി ഇതിൽ കട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന ഏതെങ്കിലും ഉണ്ടെങ്കിൽ കട്ട് ചെയ്യുക. ഈ പൈയിനെയും നമുക്ക് കട്ട് ചെയ്യാം അല്ലെ. നോക്ക് മക്കളെ, ഈ 3 കൊണ്ട് ഈ 9നെ കട്ട് ചെയ്തൂടെ? 3 എന്നല്ലേ കിട്ടുക. ഈ ഹൈറ്റ് കണ്ടെത്താൻ വേണ്ടി ബാക്കിയുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് കൊണ്ടേ കൂടെ. ഹൈറ്റ് ഈക്വൽ ടു ലെഫ്റ്റ് സൈഡിൽ ഉണ്ടായിരുന്നത് 12 into 18 ആണ് അല്ലെ. പിന്നെ ഇവിടെ ഉള്ള ഈ 3യും ഈ 9ഉം ഇതിവിടെ ഇൻറ്റു ആണ്. ഇത് അപ്പുറത്തോട്ട് കൊണ്ടുവരുമ്പോൾ എന്താവും? ബൈ ആയിരിക്കും. 3 into 9 എന്ന് എഴുതി. ഓക്കെ, ഇനി കട്ട് ചെയ്ത് കളയുക. 3യും ഈ 12ഉം കട്ട് ചെയ്തു. എത്ര വന്ന്? 4 വന്നു. ഈ 9ഉം ഈ 18ഉം കട്ട് ചെയ്തു. എത്ര വന്ന്? 3 വന്നു അല്ലെ. അല്ല, 2 വന്നു അല്ലെ. ഓക്കെ, ഇനി ബാക്കി മൾട്ടിപ്ലൈ ചെയ്യണതാണ് ഇതിന്റെ ആൻസർ. 4 into 12 എന്ന് പറഞ്ഞാൽ 48. ഇനി 48 into 2 അല്ലെ. അപ്പോ 96 എന്ന് കിട്ടും. അപ്പൊ ഇതിന്റെ ഹൈറ്റ് 96 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ഉയരം 96 സെന്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു. ഇതൊക്കെ ഇതിൽ ബേസിക് ആയിട്ട് വരുന്ന ചോദ്യങ്ങളാണ്. ഈ തരത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസിന് ആൻസർ എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ടും ചോദ്യങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്ന അത്രയും ചോദ്യങ്ങൾ കളക്ട് ചെയ്യുക. ആ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുക. അതിലെന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയും വേണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഞാൻ ഇതിന്റെ കൂടെ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി. ഞാൻ അതിന്റെ ആൻസർ നിങ്ങൾക്ക് വാട്സപ്പ് വഴി തന്നെ